Hey guys, welcome back to my channel. 3, 2, 1. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായി നമ്മളെല്ലാവരും കൂടെ ഒന്ന് കണ്ടിട്ട്, കാരണം എനിക്ക് എക്സാംസും അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ്. ഒരു 2 മാസത്തിന് ശേഷമാണ് പോണേ. എന്നിട്ട് ഡിസംബർ 17 എനിക്ക് 16 വരെ ഇന്നലെ വരെ എനിക്ക് എക്സാം ആയിരുന്നു, സെം എക്സാം ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഓട്ടത്തിലായിരുന്നു. പിന്നെ ഞാൻ 1 ഇയർ കോഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഒറ്റ അടിക്കാൻ വെക്കണം എന്നുള്ളതുകൊണ്ട് എനിക്ക് അതിന് ടൈം ഒന്നും കിട്ടിയില്ല. ഇന്റേണൽ എക്സാം, അസൈൻമെന്റ്, നമുക്ക് അതിൻ്റെ സെമിനാർ എല്ലാം കൂടെ ഭയങ്കര ഇതായിരുന്നു, ബിസി ആയിരുന്നു. ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. ഇന്ന് വീട്ടിൽ പോവാണ്. ഇന്നിപ്പോൾ 17 ഇപ്പോൾ ഒരു 2 മാസമായിട്ട് ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇന്ന് വീട്ടിൽ പോകണം. 17 രാവിലെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വീട്ടിലേക്ക് വാങ്ങാനും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് പോകുമ്പോഴേക്കൊണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ്. എൻ്റെ ഫ്ലൈറ്റ് വരുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വെച്ചാൽ, കാരണം ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട് എയർപോർട്ടിലേക്ക്. അപ്പോൾ ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ഞാൻ ഒരുവിധം എൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പോയിട്ട് ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ എനിക്കൊന്ന് റെഡിയാക്കണം. 2 മാസം കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വാങ്ങുമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തെങ്കിലും സ്വീറ്റ്സ് ആയിട്ടോ അങ്ങനെ കുറച്ച് എന്തെങ്കിലും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഇറങ്ങാം, കുറച്ച് സ്വീറ്റ്സ് വാങ്ങാം. ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ആ പോകുന്ന വഴിയുള്ള അവസ്ഥ. ഇതുകൊണ്ടാണ് ഡൽഹി ഇത്ര പൊല്യൂട്ടഡ് ആണെന്നൊക്കെ പറയുന്നത്. അത്ര വൃത്തികേടാണ് ഭയങ്കരമായിട്ട്. നമുക്ക് നടക്കുമ്പോഴൊക്കെ ഭയങ്കര അറപ്പ് തോന്നുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഈ കാണുന്ന എന്റെ ഫ്ലാറ്റാ, പക്ഷെ എനിക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഈ സ്വീറ്റ്സ് കടയുടെ അടുത്ത് എനിക്ക് റൗണ്ട് ചെയ്ത് പോകണം. ഈ സ്വീറ്റ്സ് കട അത്യാവശ്യം ഫേമസ് ആണ്. ശ്രീറാം, ഞാൻ ഇതിന്റെ ഒരു വീഡിയോന് മുന്നേ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് അവരുടെ സ്വീറ്റ്സിനെല്ലാം. പിന്നെ ഞാൻ അവിടെ സ്വീറ്റ്സ് ഓരോന്ന് വാങ്ങാൻ നിന്നപ്പോഴേക്കും തന്നെ ഫ്രണ്ട്സ് എല്ലാവരും, റഹമത്തും ക്രിസ്റ്റിയും ഒക്കെ സ്വീറ്റ്സ് വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു, വീട്ടിൽ പോണു ഗായ്സ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഏകദേശം ഫുഡൊക്കെ കഴിച്ച് ഇനി ഒന്ന് റെഡി ആവണം. റെഡി ആയിട്ട് ക്യാബ് ബുക്ക് ചെയ്യണം, പോകണം, വീട്ടിലെത്തണം, ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മൾ റെഡിയായി. ഒന്നും കാണിക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഫ്രണ്ട്സ് ഒക്കെ വന്നു. കുറച്ച് വൈകി. പിന്നെ ബാഗൊക്കെ പറഞ്ഞു ഇനി ഒരു 1.5 മണിക്കൂർ എനിക്ക് ട്രാവൽ ഉണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കുഞ്ഞു കാര്യം പറയാം. പണ്ട് ഞാൻ LKG-യിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഒരു വട്ടം ഡൽഹിയിൽ ടൂറിനായിട്ട് വന്നിട്ടുണ്ട്. എനിക്കതിൻ്റെ കാര്യമായിട്ടുള്ള ഓർമ്മകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അമ്മ എപ്പോഴും പറയും ആ വന്നതും അവർ ട്രെയിനിലാണ് വന്നേ, ഭയങ്കര ബുദ്ധിമുട്ടിയാണ് വന്നേ, അന്നത്തെ ഉണ്ടായിരുന്ന ചൂടും. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പക്ഷെ എനിക്ക് അന്നത്തെ കാര്യങ്ങളിൽ ആകെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂഡിൽസ് ഉണ്ടായിരുന്നു, ഒരു കപ്പ് നൂഡിൽസ്. ആ നൂഡിൽസിന്റെ ടേസ്റ്റ് എനിക്ക് ഇതുവരെ വേറെ ഒരു കപ്പ് നൂഡിൽസിനും കിട്ടിയിട്ടില്ല. ഈ കാണുന്ന വ്യൂ നല്ല രസമുണ്ടല്ലേ, എനിക്കും തോന്നി. പിന്നെ ഞാൻ കുറച്ചു നേരം കിടക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്റെ ഡ്രൈവർ എന്നെ കിടക്കാൻ സമ്മതിച്ചില്ല. അവര് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളടക്കം ഇറങ്ങി നിൽക്കണം പെട്രോൾ അടിക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ അതിനിറങ്ങി വീണ്ടും ഞാൻ കുറച്ചു നേരം കിടക്കാനൊക്കെ നോക്കി. പക്ഷെ അടിപൊളി വ്യൂ ആയിരുന്നോണ്ട് ഞാൻ പിന്നെ ഉറങ്ങിയില്ല. എന്തായാലും ഫ്ലൈറ്റ് കയറി കിടന്നിട്ട് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഉറങ്ങിയില്ല. ഇതൊക്കെ കണ്ട് കുറേ നേരം ആസ്വദിച്ചിരുന്നു.
എനിക്ക് കുറച്ച് നേരം ഒരു ബ്ലോക്കിൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ 1:30 ഇറങ്ങിയിട്ട് 3:15 കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. ശരിക്കും ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്തേ ഉള്ളൂ, പക്ഷേ എനിക്ക് 1.25 മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവൽ മാത്രമേ ഉണ്ടായിരുന്നു. നമ്മുടെ തലസ്ഥാന നഗരം ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം എയർപോർട്ട് റോഡ് ആണെങ്കിലും ഭയങ്കര ഭംഗിയായിരുന്നു. എല്ലാം അവർ അതിനെ പരിപാലിക്കുന്നതാണെങ്കിലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ വന്ന ഡ്രൈവർ പുള്ളിയാണെങ്കിലും നല്ല രസമുള്ള ഒരു ഡ്രൈവറായിരുന്നു. അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും അതൊക്കെ കേട്ട് ഹാൻജി ഹോം പോയാന്നൊക്കെ പറഞ്ഞ് ഞാനും തലയാട്ടി കുറേ നേരം ഇരുന്നു. ബ്ലോക്ക് കാരണം 15 മിനിറ്റ് ലേറ്റ് ആയിട്ട് എനിക്ക് അവിടെ ചെന്നിട്ട് വീണ്ടും 1 മണിക്കൂർ ബാഗേജ് ഡ്രോപ്പ് ചെയ്യാനും ചെക്കിനും മാത്രമായിട്ട് വന്നു. നല്ല തിരക്കുണ്ടായിരുന്നു എയർപോർട്ടിൽ. പിന്നെ അതും ആലോചിച്ചിരുന്നപ്പോൾ എനിക്ക് വേറൊരു പണിയും കൂടി കിട്ടി. എൻ്റെ ചെരുപ്പിനൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടും കൂടെ ചെയ്തായിരുന്നു. സോ രണ്ടും കൂടി ആയിട്ട് എനിക്ക് നല്ല ദിവസമായിരുന്നു. നമ്മളപ്പോൾ ഇവിടെ എത്തി, എല്ലാം കഴിഞ്ഞു, ചെക്കിനൊക്കെ കഴിഞ്ഞു. ഒരു 1.5 മണിക്കൂറിൻ്റെ മുകളിൽ എനിക്ക് ചെക്കിനും ഡ്രോപ്പും എല്ലാം കൂടെ കഴിഞ്ഞു. ഞാനാണെങ്കിൽ സ്റ്റുഡൻറ് ഐഡി എടുക്കാത്തതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ പേ ചെയ്യണമെന്നും സ്റ്റുഡൻറ് ഐഡി ഉണ്ടെങ്കിൽ 225 kg കൊണ്ടുപോകും. പക്ഷെ ഞാൻ വിചാരിച്ചിട്ട് സ്റ്റുഡൻറ് ഐഡി ആണ്, എന്നിട്ട് നല്ലോണം ലഗേജും കൊടുന്നു. പക്ഷേ എനിക്ക് 5 കിലോ എക്സ്ട്രാ ആയതുകൊണ്ട് ഞാൻ 1800 എക്സ്ട്രാ പേ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഇതിൻ്റെ ചെരുപ്പിന് പണി കിട്ടി. എല്ലാം കൊണ്ട് നല്ല രസമുണ്ട്. ഇനി ഇവിടെ 1 മണിക്കൂറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യണം. 5:45 ഫ്ലൈറ്റ്. ഇപ്പോൾ ടൈം 4:30 ആവുന്നേ ഉള്ളൂ. ഇനി കുറച്ച് നേരം വെറുതെ ഫോണൊക്കെ നോക്കിയിരുന്ന് അത് ഇറങ്ങും. എന്തായാലും 5:45 ഫ്ലൈറ്റിന് ഒരു 4:45 ആയപ്പോൾ തന്നെ ബോർഡിങ് തുടങ്ങി. നേരെ വീട്ടിലേക്കാണല്ലോ എന്ന് ആലോചിച്ചിട്ട് സ്വെറ്ററൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ അവിടെ കുറച്ച് നേരം ഞങ്ങളെ വെയിറ്റ് ചെയ്യിച്ചു, എന്തൊക്കെയോ ഫ്ലൈറ്റിൽ ഓയിൽ നിറയ്ക്കാൻ വേണ്ടി. അപ്പം നല്ലോണം തണുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ കയറിയിരുന്നു. ഫ്ലൈറ്റ് കയറി 5:30 എടുക്കുമ്പോൾ ഒരു 1.5 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഫ്ലൈറ്റ് കയറി 8:45 ആകുമ്പോൾ അവിടെ ലാൻഡ് ചെയ്യുന്നതാണ്. കുറച്ച് നേരം വരും അതിനെ വെയിറ്റ് ചെയ്യാൻ. 5:15 ഫ്ലൈറ്റ് കയറി ഇരുന്നതാണ്. പക്ഷെ ഫ്ലൈറ്റ് എടുത്തപ്പോൾ 6 മണിയായിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, നല്ല ലേറ്റായി. അതുകൊണ്ട് തന്നെ ഞാൻ എയർപോർട്ടിൽ നിന്ന് അവിടെ വീട്ടിലെത്താനും 9 മണിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈം ആയതുകൊണ്ട് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. സൂര്യനെ അസ്തമിച്ച് വരുന്ന ആ ഒരു സീൻ ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് വിൻഡോ സീറ്റിൽ നിന്ന് കിട്ടുകയും ചെയ്തുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം കൽബ് മൂവി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് കണ്ടു. പിന്നെ ഒരു കപ്പ് നൂഡിൽസ് ഉണ്ടായിരുന്നു കയ്യിൽ, അപ്പോൾ അത് കഴിച്ചു. ഒരു കോഫി കുടിച്ചു ഫ്ലൈറ്റിൽ നിന്ന്. എനിക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയും ചെയ്തു. എനിക്ക് കൽബ് മൂവി സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ഹാങ് ഓവറാണ് ഈ മുഖത്ത് കാണുന്നത്. ഞാൻ നല്ലോണം കിടന്ന് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മൂവി. അത് കഴിഞ്ഞൊരു 9 കാവാറായപ്പോഴാണ് ഞാൻ ലാൻഡ് ചെയ്തത്. മൊത്തത്തിൽ ഇന്ന് നല്ലൊരു ദിവസമായതുകൊണ്ട് ബാഗേജ് കിട്ടാനും എനിക്ക് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എൻ്റെ മാത്രം വരുന്നില്ലായിരുന്നു. ഒരുവിധം അവിടെ നിന്ന് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ മാത്രം വരുന്നില്ലായിരുന്നു. പിന്നെ അതെടുത്തിട്ട് അപ്പോഴേക്കൂടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ കഴിക്കാൻ നിർത്തി A2Bയിലാണ്, അടയാർ ആനന്ദഭവനിലാണ്. ഒന്നും കഴിച്ചില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകണം. അല്ലട്ടെ പിന്നെ ആ ഒരു ദോശ തീർക്കലായിരുന്നു എൻ്റെ ഫോക്കസ്. ഞാൻ ഒരു വീഡിയോ എടുത്തില്ല. പിന്നെ അവസാനം കുറച്ച് സ്വീറ്റ്സ് അവിടെ ആനന്ദഭവനിലെ സ്വീറ്റ്സ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് സ്വീറ്റ്സ് അവിടെ നിന്ന് വാങ്ങി. ഞാൻ ഓൾറെഡി കുറേ സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. വീട്ടിൽ ഭയങ്കര സ്വീറ്റ്സ് വരാതായത് അവിടെ നിന്ന് ഇവിടുന്ന് എല്ലായിടത്തുനിന്നും വാങ്ങി. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഈ ഒരു കോമ്പൗണ്ടിലെല്ലാം ആമ്പൂർ ബിരിയാണിയും KFC എല്ലാം കൂടെ ഉള്ളതാണ്. പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല ഗൈസ്. ഞാൻ പിന്നെ എണീക്കുന്നത് വീട്ടിലെത്തിയിട്ടാണ്. ഞാൻ അവിടെ നിന്ന് കിടന്നു. അമ്മമ്മ നീട്ടിരിക്കുകയായിരുന്നു ഞാൻ വരാൻ വേണ്ടി.
അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഒരു സമാധാനമായി. പെട്ടിന്ന് കുറച്ച് സാധനങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അപ്പം അതെടുത്ത് വെക്കാണ്ടായിരുന്നു. ഇതെൻ്റെ റൂമാണ്, ഇതൊക്കെ എൻ്റെ കലാവിരുദ്ധകളാണ്. പക്ഷെ ഇവിടെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു സമാധാനം അടിപൊളിയായിരുന്നു. പിന്നെ ഡ്രസ്സ് മാറ്റി അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഒരു കുട്ടി വീഡിയോ. ഞാൻ ഇനി ഡെയിലി വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.